വളരെ ഈസി ആയിട്ടും എന്നാൽ നല്ല ടേസ്റ്റും ആയിട്ടുള്ള ഒരു പാസ്തയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് പാസ്ത ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് വേവിച്ച് തിളപ്പിച്ച് ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ചേർത്തിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇനി ഒരു പാനിലേക്ക് ഉണ്ടല്ലോ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽട്ടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നങ്ങ് ജസ്റ്റ് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതൊന്നങ്ങ് വാടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചതച്ച മുളകില്ലേ, ക്രഷ്ഡ് ചില്ലി, അതും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കതിലേക്ക് കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. വീണ്ടും നന്നായിട്ട് തന്നെ എല്ലാം കൂടി ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവർ ആണ് കേട്ടോ. കോൺഫ്ലവറും കൂടി ചേർത്ത് ഒന്നങ്ങ് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്കതിലേക്ക് പാല് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലവർ ചേർത്തുകൊണ്ട് തന്നെ പാല് പെട്ടെന്ന് തന്നെ അങ്ങ് കുറുകി കിട്ടും. അപ്പോൾ ആ കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു പകുതിയോളം ചിക്കൻ ക്യൂബ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇനിയിപ്പോൾ അതെല്ലാം കൂടി ഒന്നങ്ങ് സെറ്റായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പാസ്തയും അതുപോലെ തന്നെ ചിക്കൻ വേവിച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടുണ്ടല്ലോ നമുക്കതിലേക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കോണില്ലേ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ സംഭവം സെറ്റായി. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു പാസ്തയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക്സ് അറിയിക്കാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.